അപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ നമ്മുടെ ഈശോ കംബാക്ക് അടിച്ച കാര്യം? ഇന്നാണ് നമ്മുടെ ഈസ്റ്റർ ആയിട്ടില്ല, ഇന്ന് ദുഃഖശനിയാണ്. ഇന്ന് 10:30 നമുക്ക് കുർബാന ഉണ്ടായിരുന്നത്. ഒരു 9:30 ആയപ്പോഴേക്കും ഞാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ പ്രവർത്തികളിൽ മുഴുകി നിൽക്കുക. ഈ പെസഹ ജാഗരത്തിന് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നത് തന്നെ പള്ളിയുടെ പുറത്തുനിന്ന്, ഐ മീൻ ആനവാതിലിന്റെ പുറത്തുനിന്ന് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു തിരി കത്തിച്ച് വേണം നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മെഴുകുതിരി കത്തിച്ച് ഉള്ളിൽ കയറിയിട്ട് വീണ്ടും കുറെ നേരം ഇങ്ങനെ നിന്ന് പ്രാർത്ഥനകളുണ്ട്. അതിനൊക്കെ പങ്കെടുത്തതിന് ശേഷം ഞാൻ ബാക്കിലോട്ടേക്ക് പോയി. ഇവിടെ ഉയർപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെക്കന്മാർ. അതിന്റെ ഇടയിൽ കൂടി ആശ്ലിയുടെ 360 ഡിഗ്രി ധൂപക്കുറ്റി കറക്കലും ഉണ്ടായിരുന്നു. പഴയ അൾത്താരപാലകനാണ്. കറക്റ്റ് 12 മണി ആയപ്പോഴേക്കും നമ്മൾ ഈശോയിനെ ഉയർപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജ്ഞാനസ്നാന വ്രത വാഗ്ദാനമാണ്. സാധാ കുർബാനയ്ക്കാകെ 2 വായന ഉള്ളെങ്കിൽ ഇതിലാണെങ്കിൽ 7 വായന വരുന്നുണ്ട്. പിന്നെ കുറെ എക്സ്ട്രാ പ്രാർത്ഥനകളും. അങ്ങനെ എങ്ങനെയൊക്കെയോ കുർബാനയൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് പള്ളിയിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ എഗ് KLC അംഗങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതും എടുത്ത് നമ്മൾ നേരെ പള്ളിയുടെ ഉള്ളിൽ കയറി കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൃപ്തി ആവണതിന് മുമ്പ് തന്നെ പള്ളി അടച്ചു. ഗൈസ്,